പോണ്ടേ? ഇന്നാണ് സംഭവം. ബാബയാ ലഡു നീ ഉണ്ടാക്കിയതാണ് പായസമൊക്കെ? ബിരിയാണിയാണ്. നല്ല എൻ്റെ പട്ടിയാണോ? ഡിസൈനാ, മോഡേൺ ഡിസൈൻ, ഫാഷൻ ഡിസൈൻ. ഹാൻഡിക്രാഫ്റ്റ്. ഓ, ബെഞ്ചിൻ്റെ ഡെസ്ക് 2 ഓർഡർ ചെയ്യാനില്ല. ഇവന്റ് ലീഡ് സെന്റർ ആണ്. ISROയുടെ ഒരു മേജർ സെന്റർ, മദർ സെന്റർ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാവുന്ന ഒരു സെന്ററാണ്. ഇവിടെ നടക്കുന്നത് റോക്കറ്റ്. അവിടെ നിന്നാണ് നമ്മൾ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ചെറിയ ചെറിയ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ സ്പേസ് പോർട്ടാണ് നമ്മുടെ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ആരംഭമുള്ള റോക്കറ്റുകൾ കൂടുതൽ ലോഞ്ച് ചെയ്യുന്നത്. തിരുവനന്തപുരം വികസന സ്പേസ് സെന്ററിന്റെ ഒരു സമീപത്ത് തുമ്പ എന്ന് പറയുന്ന തുമ്പ ഇന്റർനാഷണൽ ലോഞ്ചിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ ചെറിയ റോക്കറ്റുകൾ മാത്രമാണ് ഈ വിഷയങ്ങൾ നോക്കുന്നത്. ഓക്കെ, അത് നേരത്തെ നമ്മൾ ആദ്യമായിട്ട് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഇന്ത്യയിലെ പ്രവർത്തനം ആരംഭിച്ചത് തുമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്പേസ് സയൻസ് എന്തുകൊണ്ടാണ് നമ്മളെല്ലാം വളരെയേറെ ആകാംക്ഷയോടെ വളരെയേറെ പണം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എന്താണ് സ്പേസ് സയൻസിന്റെ പ്രത്യേകത? സ്പേസ് സയൻസിനോട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? എന്തെങ്കിലും ഗുണമുണ്ടോ ഇതിനകത്തൊക്കെ? സ്പേസ് സയൻസിൽ നമ്മളെ നിക്ഷേപിച്ചിട്ട് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ബഹിരാകാശ സയൻസിന് വേണ്ടിയിട്ട് ഇത്ര കോടിക്കണക്കിന് രൂപ നമ്മൾ മുടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനങ്ങളുണ്ടോ സ്പേസ് സയൻസ് കൊണ്ട്? അതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ?